നമസ്കാരം. ചിരിവേദികളിൽ സജീവ സാന്നിധ്യമായ ഒരു കലാകാരൻ ഇന്ന് നമ്മളോടൊപ്പം മൈക്കിന്റെ കൂടെ ഒത്തുചേരുകയാണ്. കോഴിക്കോട്ടുകാരൻ അശ്വിൻ വിജയൻ. അശ്വിൻ, നമസ്കാരം. ഒരുപാട് പേര് പറഞ്ഞു അശ്വിന് ജാടയാണെന്ന്. ആര് പറഞ്ഞു? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് ജാടയാണെന്ന്? അതാ ഞാൻ ചോദിച്ച, അശ്വിന് ജാടയുണ്ടോ? അറിയാത്ത പോലെ ഇങ്ങനെ ഒരു എൻട്രി കിട്ടുന്നത്. എന്നിട്ട് അകത്തോട്ടൊക്കെ കയറി ഒന്നുമല്ല, ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് അവസാനം ആകുമ്പോൾ അത് പുള്ളി എയറിലാവുന്ന പോലെ അങ്ങനെ ഒരു ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞ തന്നെ വലിയൊരു കാര്യം. കാരണം രാജേട്ടനൊക്കെ നമ്മള് കുട്ടിക്കാലം മുതൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇപ്പോഴും വളർന്നിട്ടില്ലല്ലോ, ചെറിയ കുട്ടി തന്നെയാണ്. അല്ല, എന്നാലും രാജേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട് വിശേഷം? സുഖമാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ദുബായിൽ വന്ന് പോയതിനു ശേഷം വീണ്ടും ഒരു വര കൂടി വന്നു. പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് ഞാനും പ്രതീക്ഷിച്ചില്ല. ഇന്നലെ രാത്രി ഇവിടെ എത്തിയെന്ന് അറിഞ്ഞു. എന്നാ പിന്നെ നേരെ വന്ന് അശ്വിനെ കാണാം. കാണുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടെ ഉണ്ട്. എന്താണ്? ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ റിലീസായി. ആ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അശ്വിൻ അവതരിപ്പിച്ചു. ട്രെയിലറിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അശ്വിന്റെ കഥാപാത്രത്തെ ഞങ്ങൾ കണ്ടത്. അപ്പൊ തിയേറ്ററിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇനിയിപ്പോ പോയി, ഞാൻ കണ്ടില്ല, ഞാൻ കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ഭയങ്കര സന്തോഷമുള്ള പരിപാടിയാണ്. പൃഥ്വിരാജ് ബേസിൽ അടക്കമുള്ള സംവിധായകരായ താരങ്ങൾ അഭിനയിച്ച ഒരു സിനിമ. എങ്ങനെയായിരുന്നു ആ സിനിമയിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്? സിനിമ എൻട്രി എന്ന് പറയുന്നത്, ഒരു ദിവസം ഞാൻ മറ്റേ ബമ്പർച്ചിരിയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് എന്നെ വിപിൻ ദാസേട്ടൻ വിളിച്ചതാണ്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. 2 ക്യാരക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത്. ഒന്ന് നമ്മുടെ സാഫ് ബോയ് ചെയ്ത ബേസിലേട്ടൻ്റെ അനിയൻ്റെ ക്യാരക്ടർ, പിന്നെ ഒരെണ്ണം ബേസിലേട്ടൻ്റെ ഒരു പഴയ കൂട്ടുകാരനുണ്ട് മായൻകുട്ടി. ഈ 2 ക്യാരക്ടറാണ് പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് അവരുടെ ഡിസ്കഷനിൽ മായൻകുട്ടി, ഈ മായൻകുട്ടി എന്ന് പറയുന്ന പേര് തന്നെ ഒരു ലക്കി പേരാണ്. ജഗദീഷ് ചേട്ടൻ ഗോഡ് ഫാദറില് മായൻകുട്ടി ആയിരുന്നു. അതുപോലത്തെ ഒരു കഥാപാത്രമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പഴയ ബേസിലേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ. അപ്പിയറൻസിലും ഒക്കെ വളരെ മാറ്റമുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ഏകദേശം ഒരു ടച്ച് ഉണ്ട് ഇപ്പോഴത്തെ ഒരു ലുക്കിന്. എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷനിലെ വിശേഷങ്ങളൊക്കെ? ലൊക്കേഷനിൽ ഭയങ്കര രസമായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം. അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, അങ്ങനെ ഒരു ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞ തന്നെ വലിയൊരു കാര്യം. കാരണം രാജേട്ടനൊക്കെ നമ്മള് കുട്ടിക്കാലം മുതൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇപ്പോഴും വളർന്നിട്ടില്ലല്ലോ, ചെറിയ കുട്ടി തന്നെയാണ്. അല്ല, എന്നാലും രാജേട്ടനെ സംബന്ധിച്ചിടത്തോളം ആളെ എന്റെയൊക്കെ വളരെ ചെറുതിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആരാധിച്ച, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല ഇങ്ങനെ കൂടെ അഭിനയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ജസ്റ്റ് സംസാരിക്കാൻ പോലും പറ്റും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ബേസിലേട്ടൻ്റെത് ഇതുപോലെയായിരുന്നു. കഴിഞ്ഞ ഒരു 1-2 വർഷം മുമ്പ് വരെ ഇങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഒരു ബ്രദറിനെ പോലെയാണ് ഞങ്ങൾ ബേസിലേട്ടൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നതും പോകുന്നതും എല്ലാം. അപ്പൊ അങ്ങനെ ഒരു ടീമിന്റെ കൂടെ വന്നു. അത് മാത്രമല്ല, തമിഴിൽ നിന്ന് യോഗി ബാബു വന്നു. അപ്പൊ ഇവരുടെ കൂടെയൊക്കെ ഒന്നിച്ച് നിൽക്കാൻ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയാണ്. അതായത് ക്ലൈമാക്സ് കുറെ കാലത്തിന് ശേഷമാണ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമ മലയാളത്തിൽ വരുന്നത്. അത് പൃഥ്വിരാജും പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്ലൈമാക്സ് കുറെ നാളായി മലയാള സിനിമയിൽ വന്നിട്ട് എന്ന് പൃഥ്വിരാജ് പറയണ്ടായി. അപ്പൊ വളരെ ഗംഭീരമായിട്ടാണ് ആ ക്ലൈമാക്സ് ഉൾപ്പെടെ ചിത്രീകരിച്ചത്. കൊച്ചിയില്, കളമശ്ശേരിയില് ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റിട്ട് അതൊക്കെ വലിയ റിസ്ക് ആയിരുന്നു. 1500ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. 24 ദിവസം കണ്ടിന്യൂസ്. ഇതിനിടയിൽ ഭയങ്കര രസം. ഇതിനിടയിൽ നമ്മൾ മുങ്ങിപ്പോവും, എന്നാലും ഭയങ്കര രസമായിരുന്നു ലൊക്കേഷനിലേക്ക്. നമുക്കൊരിക്കലും ഇത്രയും വലിയൊരു സിനിമയാണ്, അല്ലെങ്കിൽ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളാണ്, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. അത്ര ആ സീരിയസ്നെസ് ഉണ്ടായിട്ടില്ല നമുക്ക്. നമ്മൾ ഫുൾ തമാശ കളിയായിരുന്നു. അതെ. പിന്നെ നമ്മുടെ അനശ്വര ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, സെറ്റിൽ കിളിപോയ അവസ്ഥയായിരുന്നു ആർട്ടിസ്റ്റുകൾക്ക് എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ടായിരുന്നു ലൊക്കേഷനിൽ എല്ലാവരും. കാരണം ഓരോ സീൻ ഇത്രയും ജൂനിയേഴ്സും എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രെയിം എടുത്ത് മാറ്റി അടുത്തേലോട്ട് വരണം എന്നുണ്ടെങ്കിൽ നല്ല സമയം എടുക്കും. കാരണം ഇത്രയും ക്രൗഡുണ്ട്, അതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കണം. അപ്പം നമ്മൾ ഈ ക്യാരക്ടർ ചെയ്യുന്നവരൊക്കെ കുറേയൊക്കെ ഫ്രീ ആയിരിക്കും, ഒരുപാട് ഫ്രീ ആയിരിക്കും. സിനിമ ക്ലൈമാക്സിലൊക്കെ നമ്മൾ ഒരുപാട് ഫ്രീ ആയിട്ട് നിൽക്കുന്ന സ്പേസ് ഉണ്ട്. ഈ സമയം നമ്മൾ ക്യാരവാനിൽ പോലും പോയിരിക്കില്ല ആരും. എല്ലാവരും ക്യാരവാൻ്റെ പുറത്ത് കസാരയിട്ട് വട്ടത്തിരുന്നിട്ട് അവിടുന്ന് കളിക്കും ഓരോ കളികളും. മറ്റേ പഴമ്പൂ, പച്ചക്കറി കാര്യങ്ങൾ. നിഖിലയും അനശ്വരയൊക്കെ കളിക്കാൻ കൂടും, നമ്മുടെ കൂടെ കൂടും. ബേസിലേട്ടൻ്റെ ഇടയ്ക്ക് വന്നിരുന്ന് കളിക്കും. അപ്പോൾ ഓരോ ഷോട്ട് അകത്ത് വിളിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തർ എഴുന്നേറ്റ് പോകും. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അകത്ത് പോയിട്ട് നിഖിലയൊക്കെ അകത്ത് പോയി പെർഫോം ചെയ്ത്, മീൻസ് ആ സീൻ അഭിനയിച്ച് കഴിഞ്ഞാൽ നമ്മൾ മോണിറ്ററിൽ പോയി നോക്കില്ല എങ്ങനെ ഉണ്ടെന്ന്. ഇത് നോക്കില്ല, ഓടിങ്ങി വരും.
കളി തീർക്കണം. അപ്പൊ നല്ല രസമായിരുന്നു ലൊക്കേഷൻ. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നിങ്ങൾ അവിടെ ഒരു ഗുണ്ടാ സംഘം വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട്. ബേസിലിന്റെ കുറച്ച് ഗുണ്ടാ സംഘം, നിങ്ങൾ കുറച്ച് സിജു, അശ്വിൻ ഒക്കെ ഒരു ഗുണ്ടാ, സാഫ് എല്ലാരും കൂടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടായിരുന്നു. ഗുണ്ടാ സംഘമല്ല, ഞങ്ങളെ നേതാവാണ്. ബേസിൽ നേതാവാണ്. അപ്പൊ ബേസിലിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ, ഞാൻ അറിഞ്ഞു, ഞാൻ അശ്വിനുമായിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ പല വിശേഷങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊന്നായിരുന്നു നമ്മുടെ ലൊക്കേഷനിലേക്കുള്ള എൻട്രി കഥ. എൻട്രി കഥ ഭയങ്കര രസമാണ്. എന്ന് വെച്ചാല് ബേസിലായിട്ട് ദൈവം ഇത് കൂടെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊന്നു കളയും. അല്ല, ബേസില് ഈ പറഞ്ഞ കണക്ക് ബേസിലിന് അറിയാം നിങ്ങള് ഈ കൂടെ നടക്കുന്നത് ബേസിലിട്ട് പണി കൊടുക്കും, അല്ല പണി കൊടുക്കല്ല, ഞങ്ങള് ആളെ സപ്പോർട്ട് ചെയ്യണതാണ്. ട്രോളി കൊണ്ട് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ട്രോള് ഒന്നുമല്ല, ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് അവസാനം ആകുമ്പോൾ അത് പുള്ളി എയറിലാവുന്ന പോലെയാവും. പാവമാണ്. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടറെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ല, അത് ഒരു കണക്കിന് ബേസിലിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, കൂടെ നിൽക്കുന്ന താരങ്ങളെ കൂടെ ഇവിടെ ഏഷ്യയിലെ ഏറ്റവും മികച്ച ഡയറക്ടറിനുള്ള അവാർഡ് കിട്ടിയ ഒരു ഏക ഡയറക്ടർ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ മനുഷ്യൻ നമ്മളടുത്ത് ഇത്ര ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കാര്യമാണ്. കാരണം ലൊക്കേഷനിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ 24 ദിവസം കണ്ടിന്യൂസ് ഷൂട്ടാണ്. കളമശ്ശേരി സെറ്റ് ഇട്ടതാണ്. 1500ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ തൊട്ട് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള ഈ ആർട്ടിസ്റ്റുകളൊക്കെ നോർമലി വരുമല്ലോ, ഏത് രാവിലെ നോർമൽ ഡ്രസ്സിൽ ലൊക്കേഷനിലേക്ക് വരുമല്ലോ. വരുമ്പം എന്താ ചെയ്തത്, ഇപ്പോൾ രാജേട്ടൻ ഫസ്റ്റ് ഡേ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ പുറത്ത് വണ്ടി നിർത്തിയിട്ടിട്ട് അകത്തോട്ടേക്ക് വരുമ്പോൾ രാജേട്ടൻ അറിയാതെ രാജേട്ടന് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത്, ഇലിക്യാം സെറ്റ് ചെയ്ത്, രാജേട്ടന് ഗംഭീരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ സെറ്റ് ചെയ്ത് ആള് നോർമൽ ഡ്രസ്സിൽ നടന്നു വരുമ്പോൾ 1500 പേരും കൈയടിക്കുക. ഓഡിയൻസിന്റെ ഇടയിൽ കൂടെ രാജേട്ടൻ ഗംഭീര എൻട്രിയാണ് കിട്ടുന്നത്. രാജേട്ടൻ രാവിലെ വന്ന് എൻട്രി ചെയ്ത് നേരെ കാരവാനിൽ പോയി. യോഗി ബാബു വന്ന സമയത്ത് തമിഴിൽ ഒരു ഗംഭീര പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് യോഗി ബാബുവിന് ഭീകര എൻട്രി. 24 ദിവസം ഇവിടെ കിടക്കണ ബേസിലേട്ടന് ഇതുവരെ എൻട്രിയോ പരിപാടിയോ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ബേസിലേട്ടൻ അവിടെ ഫുള്ളുണ്ട്, വന്ന സമയം തൊട്ടുണ്ട്. ഈ രാജേട്ടനൊക്കെ വരുന്ന സമയത്ത് ഈ അമ്മച്ചിമാരും ഈ പ്രായമുള്ളവരൊക്കെ തിരക്കിനിടയ്ക്ക് ഇങ്ങനെ നോക്കുന്ന കൂട്ടത്തിൽ ബേസിലേട്ടനൊക്കെ മാറ്റിയിട്ടാണ് നമുക്ക് നോക്കണത് ആരാ വരുന്നത്. അപ്പം അത്രയും പ്രളയം നിൽക്കുമ്പോൾ ബേസിലേട്ടൻ പൊളിഞ്ഞ് മൊത്തത്തിൽ കണ്ട് പൊളിഞ്ഞു. ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത് പേഴ്സണലി ഞങ്ങൾ സാഫിനെയും സിജുവിനെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ എന്ത് ഫാൻസാണ്, നിങ്ങളൊക്കെ എന്ത് ആൾക്കാരാണ്. ഇവിടെ രാജേട്ടന് എൻട്രി കിട്ടി, യോഗി ബാബുവിന് എൻട്രി കിട്ടി, ഇത്രയും ദിവസം ഇവിടെ കിടന്ന് എനിക്കൊരു എൻട്രി തന്നു, നിങ്ങളൊക്കെ എന്തിനെൻ്റെ കൂടെ എന്താ നിങ്ങളുടെ നേതാവായിട്ട് ഞാൻ എന്തിനാ, അങ്ങനെ ഭയങ്കര പരിപാടിയൊക്കെ പറഞ്ഞു തന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നാളെ തന്നെ എനിക്കൊരു എൻട്രി സെറ്റ് ചെയ്യണം, ആരും അറിയരുതെന്നൊക്കെ പറഞ്ഞ് രാത്രി സിജു നമ്മുടെ അനീഷേട്ടനെ കൺട്രോളിലുള്ള അനീഷേട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന്, കൊച്ചിയിലാണ് ഷൂട്ട് ഇറങ്ങുന്നത്, തൃശ്ശൂരിൽ നിന്ന് പടക്കം വരുത്തിച്ച് എല്ലാം സെറ്റ് ചെയ്ത് സാധനം ബേസിലേട്ടൻ മിനിറ്റ് വെച്ച് മെസ്സേജ് ഇട്ട് നമ്മളെ സെറ്റ് ചെയ്തിട്ട് ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, സർപ്രൈസ് ആയിരിക്കണം, ആരും അറിയരുതെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തതാ. എന്നിട്ട് രാവിലെ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ഫുൾ കോസ്റ്റ്യൂമിൽ ഞങ്ങൾ 2 കയ്യിൽ പടക്കമൊക്കെ പിടിച്ച് എല്ലാവരും സെറ്റ് ചെയ്ത് അകത്ത്. അന്നാണെങ്കിൽ ഏറ്റവും കോമഡി അവസാന ദിവസം എൻട്രി കൊടുക്കുന്നത്. ഈ 1500 എന്നുള്ളത് പകുതിയായി, കുറെ ആളുകളൊക്കെ പോയി കഴിഞ്ഞു, കുറച്ചുള്ളൂ, ആർട്ടിസ്റ്റുകൾ കുറവേ ഉള്ളൂ. ക്യാമറ ബാക്കിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മെയിൻ ഡോർ ക്ലോസ് ചെയ്തു പുറത്തുനിന്ന്. തുറന്നു വരുമ്പോൾ ഒരു എന്നിട്ട് ഞങ്ങൾ പുറത്തു വന്നു, ബേസിലേട്ടനെ കൂട്ടി പോകുന്നില്ല. ബേസിലേട്ടൻ സാധാരണ അതുവരെ വന്നുകൊണ്ടിരുന്നത് വോൾവോയിലാണ്. ഭാഗ്യക്കേടിന് അന്നത്തെ ദിവസം വോൾവോ കേടായി. പ്രൊഡക്ഷൻ്റെ ഇന്നോവയിലാണ് വന്നത് മുന്നിലെ. അപ്പം പ്രൊഡക്ഷൻ്റെ ഇന്നോവയിൽ വെച്ചിട്ട് ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിക്കാൻ റെഡി നിൽക്കുന്നു. തൊട്ട് ഫ്രണ്ടിലെ വണ്ടി പ്രൊഡക്ഷൻ്റെ ഇന്നോവയിൽ വരുന്നത് നമ്മുടെ വിപിൻ ദാസേട്ടൻ, ഡയറക്ടർ, വൈഫ് അശ്വതി ചേച്ചി, നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ അശ്വതി ചേച്ചിയാണ്. അശ്വതി ചേച്ചി ഉണ്ട്. അപ്പോൾ ബേസിലേട്ടൻ വന്നതും ഞങ്ങൾ ഈ പടക്കമൊക്കെ പൊട്ടിച്ചു ഭയങ്കര ഹാപ്പി. ബേസിലേട്ടൻ ഭയങ്കര സർപ്രൈസ്, അയ്യോ ഇത്രയൊക്കെ ഇതെന്ത് സംഭവം ഒന്നും അറിയാത്ത പോലെ. അപ്പോൾ ഞങ്ങൾ വിപിൻ ചേട്ടൻ ഫ്രണ്ടിലെ കാറിലുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ നോർമലി വിപിൻ ചേട്ടനോടും കൂടെ ഒന്ന് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് വിപിൻ ചേട്ടനെയും കൂടെ പിടിച്ച് ഉള്ളിൽ കയറ്റി ഈ പടക്കവും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊണ്ടുപോയി. ബേസിലേട്ടൻ മന്ന അഭിനയം ആദ്യമായിട്ട് എന്നിട്ട് അകത്തോട്ടൊക്കെ കയറി ചെന്ന് കഴിഞ്ഞ് എടുത്ത വീഡിയോ ഫുട്ടേജ് ഒക്കെ നോക്കണ സമയത്ത് അത് വിപിൻ ദാസേട്ടൻ്റെ എൻട്രി. ബേസിലേട്ടൻ വിപിൻ ദാസേട്ടൻ്റെ പിയനെ പോലെ സൈഡിൽ നടന്നു വരുന്നു. വിപിൻ ചേട്ടനും വൈഫും 2 പേരും മുന്നിൽ, വിപിൻ ചേട്ടൻ എൻട്രി കിട്ടി. ഇത് പൊളിഞ്ഞു കയറി. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ബേസിലേട്ടന്റെ കൂടെ ഉള്ള ആളാണ് നമ്മുടെ സജീഷ് ചേട്ടൻ, ബേസിലേട്ടന്റെ ഡ്രൈവറാണ്. കംപ്ലീറ്റ് പരിപാടി സജീഷ് ചേട്ടൻ അടിപൊളി മെമ്പറാ. ഇതിന്റെ കൂടെ ഈ വീഡിയോ ആരെടുക്കുന്നുണ്ട്, സജീഷ് ചേട്ടൻ നടന്നു വരുന്നൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ഫോണിൽ. സജീഷ് ചേട്ടന്റെ ഫോൺ വാങ്ങിച്ച് ബേസിലേട്ടൻ നോക്കിയപ്പോൾ ഇതിനകത്ത് വിപിൻ ദാസേട്ടൻ മാത്രം, ബേസിലേട്ടൻ ഇല്ല. അന്ന് മുതൽ ബാക്കി അങ്ങോട്ടുള്ള 5-6 ദിവസം
ഞങ്ങൾ കാണുമ്പോൾ ബേസിലേട്ടൻ്റെ തൊട്ട് പുറകിൽ വലിയ വെള്ളം കുപ്പിയൊക്കെ ആയിട്ട് സജീഷ് പണിഷ്മെന്റ് കൊടുത്തേക്ക്. അത്രയും ദിവസം അങ്ങനെ നിന്നിട്ടൊന്നുമില്ല പുള്ളി. ഇത് പണിഷ്മെന്റ് കൊടുത്തേക്ക് അനങ്ങാതെ. പിന്നെ കാറിലൊക്കെ പോകുമ്പോൾ ചീത്ത വിളി, നീ എന്തിനാ പിന്നെ എൻ്റെ കൂടെ ഇറങ്ങണത്, എൻ്റെ എൻട്രി അല്ലേ എന്നൊക്കെ പറഞ്ഞ് വൻ വിഷയം. ഈ എൻട്രി പൊളിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചോ? അതിനുശേഷം സംസാരിച്ചത് വൻ ചീത്ത വിളി. കാരണം ഞങ്ങൾക്ക് ഓഫർ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം രാത്രി ഫുഡ് ട്രീറ്റ്, തൊട്ടടുത്ത ദിവസം കേക്ക് ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്യാം. ഭയങ്കര പരിപാടി ഓഫർ ഉണ്ടായിരുന്നു. ഓഫർ ഭീകര ഓഫറൊക്കെ ചെയ്ത അവസാനം പൊളിഞ്ഞപ്പോൾ നിങ്ങൾ തിരിച്ചങ്ങോട്ടെന്തെങ്കിലും ഓഫർ കൊടുത്തു? ഒരു ഇതുമില്ല, ചീത്ത വിളി, കംപ്ലീറ്റ് ചീത്ത വിളി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ണൂര് ഒരു ഞാൻ മറ്റേ സംശയം എന്ന് പറഞ്ഞ പടം, വിനയിച്ചേണ്ട പടം, ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഞാൻ പോയി. പിറ്റേ ദിവസം രാത്രി ബേസിലേട്ടൻ അവിടെ എനിക്ക് തോന്നുന്നു സിജു വിൽസന്റെ ഏതൊരു പടത്തിൽ മറ്റുമാണെന്ന് തോന്നുന്നു ഒരു ചെറിയ പരിപാടി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ സാധനം ഒരു ഷൂട്ടിന് വേണ്ടി അങ്ങോട്ട് പോയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കണ്ണൂര്. അപ്പോൾ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബേസിലേട്ടൻ അവിടെ ഉള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ആൾക്ക് മെസ്സേജ് ഇട്ട്, ബേസിലേട്ട കണ്ണൂർ, ബേസിലേട്ടൻ പറഞ്ഞാൽ കണ്ണൂരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ട്, ബേസിലേട്ട എൻട്രി വല്ലതും സെറ്റ് ചെയ്യണോ കണ്ണൂർ? എന്നെ തെറി വിളിച്ച അവിടെ നിന്ന്, നീ നിന്റെയൊക്കെ ഇത് കാരണമാണ് ഞാൻ ഇത്രയും നാണം കെട്ടത്, നിന്റെ ഒന്നും ഒരു സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് കപ്പാസിറ്റി ഉണ്ടോന്ന് അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് ഒറ്റയ്ക്ക്. പിന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതാ കഥ, ഇത് ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്, എനിക്കാരും പിൻബലം ഇല്ല എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം, ഈ ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറഞ്ഞ സിനിമ ആ പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഗുരുവായൂരപ്പനെ കുറിച്ചോ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തെ കുറിച്ചോ എന്തെങ്കിലും മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങൾ അതിന് മറുപടി പറയണം എന്നുള്ള അങ്ങനെ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഒരു ഭീഷണി ഉണ്ടായിരുന്നു, ഒരു മതസംഘടനയുടെ പേരിലുള്ള ഒരു ഭീഷണി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് സത്യത്തിൽ പേടി തോന്നിയിട്ടുണ്ടോ? പേടിയല്ല, ചിരി തോന്നി. കാരണം ഈ ഒരു നിസ്സാരമായ ഒരു സിനിമയുടെ പേര് അനൗൺസ് ചെയ്തിരുന്ന ഇതിനെ ഭയങ്കര മതപരമായിട്ടും അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ദൈവത്തിനെ കണക്ട് ചെയ്യേണ്ട അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. ഭയങ്കര രസമായിട്ട് ഭയങ്കര കൗതുകമായിട്ട് ചിരിച്ചൊഴിവാക്കേണ്ട ഒരു കാര്യത്തിനെ ഇത്രയും കാര്യമായിട്ട് എന്തിനാണ് എടുക്കണതെന്നുള്ളത് നമുക്ക് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇവർ എങ്ങോട്ടാ പോണത്. ഒരിക്കലുമല്ല. നമ്മൾ ഇതിനകത്ത് ഗുരുവായൂരപ്പനെ പറ്റിയോ അല്ലെങ്കിൽ ദൈവത്തിനെ പറ്റിയോ ഒരു അക്ഷരം പോലും പറയുന്ന പോലും ഇല്ല. ഇത് നോർമലി ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചൊരു കല്യാണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു വെഡിങ് എന്റർടൈൻമെന്റ് സാധാരണ അത്രേ ഉള്ളൂ. ഇപ്പൊ സുരേഷ് ഗോപി സാറിന്റെ മകളുടെ കല്യാണമൊക്കെ നടന്ന പോലെ ഒരു നിസ്സാരമായ ഒരു കല്യാണം, രസമായിട്ടുള്ള ഒരു പരിപാടി. അപ്പൊ ഇതിന് മറുപടി എന്നുള്ള വിപിൻദാസ് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ജാതീയപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയം ഒന്നും ഈ സിനിമയെ പറഞ്ഞിട്ടില്ല. ജയ 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 ഹേ എന്ന് പറഞ്ഞ സിനിമ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം പറഞ്ഞൊരു സിനിമയായിരുന്നു. പൊളിറ്റിക്സ് ഉണ്ട്, അത് സ്ത്രീപക്ഷ രാഷ്ട്രീയം പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് പൊളിറ്റിക്സോ അല്ലെങ്കിൽ ജാതീയമായോ മതപരമായോ ഒന്നും, ഫുള്ളി എന്റർടൈനർ ആണ്, ഒരു ഫൺ മൂവിയാണ്. ഇത് തിയേറ്ററിലൊക്കെ നമ്മളിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് തിയേറ്ററിൽ വന്നിരുന്ന് നമ്മൾ തലവുത്തിരുന്ന അത്തരം സിനിമകൾ ഉറപ്പായിട്ടും വേണം. ആടുജീവിതമൊക്കെ അങ്ങനെയാണല്ലോ ചെയ്തത്, ഉറപ്പായിട്ടും വേണം. ഞാൻ മനസ്സിലാക്കുന്നത് തിയേറ്ററിൽ ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു നോർമലി ഫാമിലി അല്ലെങ്കിൽ ആണെങ്കിൽ തന്നെ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഫാമിലി ആയിട്ട് നമുക്ക് തന്നെ ഒന്ന് ഫ്രീ ആയിട്ട് സിനിമയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് തിയേറ്ററിൽ പോയിരിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് മക്കളോടൊപ്പം അല്ലെങ്കിൽ അച്ഛനും അമ്മയും എല്ലാവരും ഒന്നിച്ചിരുന്ന് ചിരിച്ച് ഹാപ്പി, എനിക്ക് അത്തരം ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കണം സത്യം പറഞ്ഞ സിനിമ. എന്റർടൈൻ ചെയ്യാനല്ലേ സിനിമ, അല്ലാതെ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് അങ്ങനെ. ഈ സിനിമ ഉറപ്പായിട്ടും അങ്ങനെ അത്തരത്തിൽ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമയാണ്. അല്ലാതെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഒരിക്കലും ജയ ജയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. കാരണം ജയ ജയ എൻ്റെ ഡിഫറെന്റ് പരിപാടിയാണ്. ഒരു ഉറപ്പായിട്ട് ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമയാണ്. എന്ന് വെച്ചാൽ അത് നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ട് സംസാരിച്ച വിഷയമാണ്. അത് നല്ല വിദ്യാസേട്ടൻ്റെ കരിയറിലെ ബെസ്റ്റ് സിനിമയാണ് അത്. അപ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്ത ഒരാളും തിയേറ്ററിലേക്ക് വരേണ്ട പരിപാടി ഇല്ല ശരിക്കും. ഇത് ടോട്ടലി എന്റർടൈൻമെന്റ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്, പീസ്ഫുൾ ആണ്, നമുക്ക് ഇഷ്ടമുള്ള കുറെ ഫേസ് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതിലേക്കാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സ്റ്റാർ കാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. യോഗി ബാബു തമിഴിലെ ഏറ്റവും തിരക്കുള്ള ഒരു കോമഡി അല്ലെങ്കിൽ സ്വഭാവ നടനാണ്. ഒരു കോമഡിയൻ മാത്രമല്ല, അദ്ദേഹം ഒരു സ്വഭാവ നടനാണ്. എങ്ങനെയായിരുന്നു പുള്ളിയായിട്ടുള്ള ഒരു സൗഹൃദം? അവിടെ വന്ന് ക്രിക്കറ്റ് വരെ കളിച്ചില്ല നമ്മുടെ കൂടെ. അത് ശരി, വളരെ ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഫ്രണ്ട്ലി. എനിക്ക് തോന്നുന്നു പുള്ളി, ഞാൻ ആദ്യമായിട്ടാണ് ഒരു തമിഴ് ആക്ടറിനെ ഇങ്ങനെ ഈ ഒരു അത് ഇത്രയും ഗംഭീര ഒരു, ഞാൻ ജയിലറൊക്കെ കണ്ട് ഭയങ്കര ഫാനായിട്ടിരിക്കുന്ന സമയമാണ്. ഓൾറെഡി ആണ് ഇവിടെ ജയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആള് അവിടെ ലൊക്കേഷൻ ഇരിക്കും, നമ്മുടെ അടുത്തൊക്കെ വളരെ നോർമലായിട്ട് സംസാരിക്കും. മീൻസ് പുള്ളിക്ക് അങ്ങനെ ഇന്ന ആള് ഇതാ അന്നാമത് ആരും അറിയില്ല, വേറെ കാര്യം. പിന്നെ അപ്പോൾ വളരെ നോർമലായിട്ടാണ് പുള്ളി നമ്മുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇപ്പോൾ ഷോട്ട് വെച്ചോണ്ടിരിക്കുമ്പോൾ ഗ്യാപ്പൊക്കെ വന്ന പുള്ളി ഇടയ്ക്ക് ഓടി ക്യാരവാനിലൊന്നും പോകുന്നില്ല. അത്രയും ക്രൗഡിന്റെ ഇടയ്ക്ക് കസാരയിട്ട് അവിടെ ഇരിക്കും പുള്ളി. അതൊരു നല്ല നടന്റെ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വേറെ കാര്യം. ഈ ലൊക്കേഷനിൽ മിക്ക ആളുകളും അങ്ങനെയായിരുന്നു. ബൈച്ചേട്ടനാണെങ്കിലും ജഗദീശൻ, ഈവൻ രാജേട്ടൻ വരെ. അതെ, ഞാൻ അതിലേക്ക് വരികയാണ്. അതായത് ഇപ്പോൾ നമ്മൾ യോഗി ബാബുവിന്റെ കാര്യം സംസാരിച്ചു, പൃഥ്വിരാജ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ അശ്വിൻ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു
ചെറുപ്പം മുതൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ മനസ്സിൽ ആരാധന തോന്നിയ ഒരു താരമാണ്. അല്ല ഒരുപാട് വെച്ചാൽ ഒരുപാട് നടന്മാരോട് അങ്ങനെ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തുടക്ക സമയത്തൊക്കെ ബേസിലേട്ടൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട. കാരണം സിനിമ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇത്രയും അഡിക്ഷൻ പലരോടും. ഇപ്പം എനിക്ക് ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ മമ്മൂക്കയെ നേരിട്ട് കാണണം, ഇന്ററാക്ട് ചെയ്യണം ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരാളാണ്. അതേപോലെയാണ് ഇപ്പോൾ രാജേട്ടനെ കണ്ടത്. രാജേട്ടൻ്റെയൊക്കെ മനസ്സിൽ ആഗ്രഹമുള്ളതാണ്. എത്ര പേർക്ക് ഉണ്ടാവും സത്യം പറഞ്ഞാൽ, ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും നേരിട്ട് കാണണം, ഒന്ന് അടുത്ത് നിൽക്കണം, ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ബേസിലായിട്ട് തന്നെ ഇപ്പം മിക്ക ഇന്റർവ്യൂസിലും പറയുന്നുണ്ട് വിമാനത്തിന്റെ ലൊക്കേഷനിൽ പോയിട്ട് ഫോട്ടോ എടുത്ത ഈ ആഗ്രഹമുണ്ട് എല്ലാവർക്കും. അപ്പൊ അതൊക്കെ വലിയ. അല്ല, അത് നമ്മുടെ ട്രെയിലർ ലോഞ്ചിന് വന്നപ്പോൾ പറഞ്ഞിരുന്നു പൃഥ്വിരാജിനോട് എങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ സംസാരിച്ച പുള്ളി എങ്ങനെയായിരിക്കും തിരിച്ചിടപെടുന്നത്, ദേഷ്യപ്പെടുവോ, പുള്ളിയെ കുറിച്ച് ഒരു ടോട്ടൽ ഒരു പിക്ചർ ഉണ്ടല്ലോ. പൃഥ്വിരാജ് കുറച്ച് സീരിയസ് ആണ്, പക്ഷേ ബേസിൽ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ധാരണകളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ ഇടപെടുന്നത്. വളരെ ഫണ്ണായിട്ട് ആണ്. പക്ഷെ ഞങ്ങളുടെ അടുത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അടുത്ത് ലൊക്കേഷനിൽ അത്ര ഫ്ലെക്സിബിൾ ആയിരുന്നില്ല എന്നല്ല. പുള്ളി ഒന്നാമത് അത്രയും ക്രൗഡിനിടയ്ക്കല്ലേ പുള്ളി വരുന്നത്. പുള്ളി ഒന്ന് ഫ്ലെക്സിബിൾ ആവാൻ നിന്നാൽ ഭയങ്കര പ്രശ്നമാകും. അത്രയും ആളുകളുടെ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് തന്നെയാണ് ഹിന്ദി ഉൾപ്പെടെയുള്ള സിനിമകൾ അഭിനയിച്ചു വരുന്നത്. സലാറും എല്ലാം നടക്കുന്നു. പിന്നെ ഹിന്ദി ആടുജീവിതത്തിന്റെ പ്രൊമോഷൻ ടൈമും അല്ലെങ്കിൽ അതിന്റെ ഒരു പരിപാടിയിലൊക്കെ നിൽക്കുന്ന സമയമാണ് പുള്ളി. മാത്രമല്ല രാജേട്ടൻ ആ സമയത്ത് നമ്മളുടെ ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ സാഫും ഞാനും സിജു ഇങ്ങനെ നിൽക്കുന്നില്ല, ഞങ്ങൾക്ക് രാജേട്ടൻ ഞങ്ങൾ അടുത്തൂടെ പോയാൽ പോലും ഞങ്ങൾ ഹാപ്പിയാണ്. സാഫിന് ചില സീനിലൊക്കെ സാഫിന്റെ അടുത്ത് കാറ്റ് കിട്ടിയാലും മതി മാറി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സാഫ് അന്നത്തെ ദിവസം ഹാപ്പിയാ. എന്നിട്ട് വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു, ഞാനും രാജേട്ടൻ ചെറിയ ഡയലോഗൊക്കെ ഉണ്ടായി, എന്ത് ഇവരെ ചീത്ത പറഞ്ഞാ മാറി നിൽക്കാൻ പറഞ്ഞ. അത് അതിനുശേഷമുള്ളത് ജഗദീഷ് സാറുണ്ട്, അതിനകത്ത് വൈചേട്ടനുണ്ട്, ഏറ്റവും അതാണ് എ ഓട്ടോയിലെ നമ്മുടെ മീനുക്കുട്ടി. ആ കഥാപാത്രം ഇന്നും മലയാളിയുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. രേഖാ മാം ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ മാമായിട്ട് സംസാരിക്കാനും കോമ്പിനേഷനൊക്കെ ഉണ്ടാകും. നമ്മള് ക്ലൈമാക്സ് സീക്വൻസിൽ എല്ലാവരും ഒരുമിച്ചാണ്, അങ്ങനെ ഡയറക്റ്റ് കോമ്പിനേഷൻസ് ആയിട്ടല്ല അത്. കാരണം എനിക്ക് ക്ലൈമാക്സിൽ 10-20 മിനിറ്റോളം എല്ലാവരും ഉണ്ട് ആ സീക്വൻസിൽ. അത് കണക്റ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ഉള്ള പരിപാടി. രേഖ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു എനിക്ക് പറഞ്ഞ പോലെ ഫസ്റ്റ് വ്യൂ ഏയോട്ടയിലെ മീനുക്കുട്ടി ഇതാണ് ക്യാരക്ടർ. പക്ഷെ ഇവിടെ രേഖ ചേച്ചി ഭയങ്കര അടിപൊളിയാ. വെച്ചാൽ എനിക്ക് ഒന്ന് ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഫുൾ ടൈം വീഡിയോ എടുത്തോണ്ടിരിക്കും. ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഒരു കുട്ടിത്തം ഫീൽ ചെയ്തു ചേച്ചിയുടെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളെ കൊണ്ടൊക്കെ വിശ്വാസം ഒക്കെ പറയിപ്പിച്ച്. ഭയങ്കര രസമാണ്. അല്ല ചേച്ചി ഭയങ്കര അടിപൊളിയാണ് സത്യം പറഞ്ഞ. അതുപോലെ തന്നെ എനിക്ക് ഈ സിനിമയായിട്ട് വളരെ കണക്ട് ചെയ്യപ്പെടുന്ന 1-2 കാര്യങ്ങളിൽ ഒന്ന് അശ്വിനാണ്, പിന്നെ ഒന്ന് നമ്മുടെ അഖിൽ കവലിയൂരാണ്. അഖിലും ഈ സിനിമയിൽ ഞാൻ പറയാതിരിക്കുന്നത്, അഖിലേട്ടൻ പൊളിച്ച് അടിപൊളിയാണ് സിനിമയിൽ. എനിക്ക് തോന്നുന്നു എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ട് അഖിലേട്ടന് സിനിമയിൽ. ഞാൻ വന്നു കയറുന്ന ഒരാളാണ് ഇടയ്ക്ക് വെച്ച്. അഖിലേട്ടൻ തുടക്കം തൊട്ടേ രാജേട്ടന്റെ കൂടെയുള്ള ഒരാളാണ്. അതെ, അത് ട്രെയിലറിൽ തന്നെ ആ കഥാപാത്രത്തിന്റെ പ്രോമിനൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകുന്ന തരത്തിലാണ് ആ വിഷ്വൽസ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ അഖിലുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അഖിൽ പറഞ്ഞതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരങ്ങളിൽ എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഏറ്റവും വലുതാണ് എന്നുള്ളതാണ് ഈ ഗുരുവായൂരമ്പലം നടക്കുന്ന സിനിമയെ കുറിച്ച് അഖിൽ എന്നോട് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഈ സിനിമ തിയേറ്ററുകളിൽ ഇപ്പോൾ നല്ല റിപ്പോർട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നാട്ടിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ തിയേറ്ററുകളിൽ ഒരുപാട് സിനിമ ആവശ്യമാണ് സത്യം പറഞ്ഞാൽ. അത് വേണം. ഭയങ്കര കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് സിനിമകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. മാത്രമല്ല മലയാളത്തിന് ഒരു സുവർണ്ണ സമയമാണ്, നല്ല സിനിമകൾ ഉണ്ടാകുന്നു. അതെ, ഇപ്പോൾ പ്രേമലു ആണെങ്കിലും ആവേശമാണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലൊക്കെ ഇപ്പോൾ എല്ലാം നല്ല സിനിമകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നല്ലതുണ്ടെങ്കിൽ മലയാളികൾ ഉറപ്പായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും അതിന് തെളിവാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ തിയേറ്ററുകളിൽ ആളുകൾ എത്തണമെങ്കിൽ നല്ല സിനിമയാണ് എന്ന് വേറെ ആരുകൊണ്ട് ഭയങ്കര വലിയ ഗ്രൂ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല. സിനിമ കണ്ടന്റ് ആണ് ആളുകൾ നോക്കുന്നത്. നമുക്ക് ചില ആളുകൾ വിചാരിക്കുന്നത് സിനിമയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വരുന്ന ആളുകളുണ്ട്. സിനിമ അത് മോശമായിരുന്നു, ഇത് മോശമായിരുന്നു. പക്ഷെ ഒരു സിനിമ ഉണ്ടാക്കി വരാനുള്ള അതിന്റെ റിസ്ക് എത്രത്തോളം മിക്ക സംഭവമാണ്. ഇപ്പൊ ഓഡിയൻസിന് ഉറപ്പായിട്ടും അതിനെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. കാരണം അവന്റെ പൈസ കൊടുത്താണ് സിനിമ കാണുന്നത്. ആ പൈസയാണല്ലോ സിനിമയുടെ വിജയവും സത്യം പറഞ്ഞാൽ. മീൻസ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്നതിനനുസരിച്ചാണ് സിനിമ വളരെ വലിയ വിജയത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ വിമർശിക്കുന്ന കൂട്ടത്തിൽ അവർ ഈ പറഞ്ഞ പോയിന്റ് കൂടെ ചിന്തിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഭയങ്കര എഫേർട്ടാണല്ലോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗം എന്ന് വെച്ചാൽ ഞാൻ വലുതെന്ന് ഉദ്ദേശിക്കും. കാരണം ഇത്രയും ക്രൗഡ്,
ഇത്രയും വലിയ പ്രൊഡക്ഷനാണ്, പൃഥ്വിരാജ് പ്രൊഡക്ഷനാണ് E4 എന്റർടൈൻമെന്റ്സ്. പക്ഷെ അപ്പൊ ഞാൻ വിപിൻ ചേട്ടനെ അവിടെ എടുക്കുന്ന എഫേർട്ടൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആള് ഭയങ്കര ലൈറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് വിപിൻ ചേട്ടൻ. പക്ഷെ എങ്കിൽ പോലും അതിന്റെ ഉള്ളിൽ അവരുടെ സ്ട്രെസ് അല്ലെ ഇത്രയും ആളുകൾ മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് വേണ്ട ഫ്രെയിം വെക്കണം, ക്ലിയർ ചെയ്യണം, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ചിലപ്പോൾ പാളിച്ചകൾ ഉണ്ടാവാം, ചില അബദ്ധങ്ങൾ സംഭവിക്കാം. ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് നമുക്ക് പേഴ്സണലി വിഷമം തോന്നുന്നത്. നമ്മളിതൊക്കെ കണ്ടതുകൊണ്ടാവാം, ഒരുപക്ഷെ നമ്മളൊക്കെ നേരിട്ട് കാണുന്നുണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഭയങ്കര പേഴ്സണലായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ചില ആളുകൾ, ചില സിനിമകളെയൊക്കെ. അപ്പോൾ അവർ ഉറപ്പായിട്ടും അവർക്ക് പറയാനുള്ള അധികാരമുണ്ട്. പക്ഷെ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളും കൂടെ, കാരണം ഇതിൻ്റെ പുറത്തുള്ള എല്ലാത്തിനും അതിൻ്റെ എഫേർട്ട് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമ ഒരു പ്രത്യേകതര എഫേർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരാളുടെ അല്ലല്ലോ, 100ഓളം ആളുകളുടെ എഫേർട്ട് ഒന്നിച്ചുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു സിനിമയെ പറയുമ്പോൾ ഇത്രയും ആളുകളുടെ ഫാമിലി എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട് ഈ സാധനം. ഇനി വിപിൻ ദാസിലേക്ക് വരാം. വിപിൻ ദാസിന്റെ 4ാമത്തെ സിനിമയാണ്. ഇപ്പോൾ ഇതിനു മുമ്പുള്ള സിനിമ ചെയ്തു, അന്താക്ഷരി, ഇത്. അപ്പോൾ ഈ 4 സിനിമകളും 4 വ്യത്യസ്ത തലത്തിലായിരുന്നു അദ്ദേഹം അതിനെ പ്ലേസ് ചെയ്തിരുന്നത്. അതൊരു സിനിമ, ഒരു ക്രാഫ്റ്റ്മാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടത് എന്ന് അവരുടെ മനസ്സറിഞ്ഞു കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സംവിധായകൻ. വിപിൻ ദാസിനെ സംബന്ധിച്ചാൽ വിപിൻ ദാസേട്ടൻ ഭയങ്കര പല പരിപാടിയും എല്ലാം ചെയ്യാൻ പറ്റും കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ മുദ്ദുകവ് പോലൊരു സിനിമയല്ല അന്താക്ഷരി പോലൊരു സിനിമയല്ല ജയ. പക്ഷേ കഴിഞ്ഞ 3 സിനിമകളിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഗുരുവായൂരമ്പല നടയിൽ. കാരണം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വിപിൻ ചേട്ടൻ്റെ ഡയറക്ഷൻ്റെ ബ്രില്യൻസ് ഭയങ്കരമായിട്ടുണ്ട്. ഇതിനപ്പുറം പുള്ളി ഇതിനകത്ത് ചിന്തിച്ചേക്കുന്ന റൂട്ട് വേറെ കഥാപരമായോ അല്ലെങ്കിൽ ഭയങ്കര താത്വികമായിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല. ടോട്ടലി എന്റർടൈൻ ചെയ്യുക. പുള്ളിയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, ചിരിപ്പിക്കുക, എന്റർടൈൻമെന്റ് പീക്ക് ലെവലാണ് വിപിൻ ചേട്ടൻ. അത് മാത്രമല്ല സിനിമയെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. പുള്ളി ഒരു എഡിറ്ററും കൂടിയാണ്. പുള്ളി ഇത് ഭയങ്കര മ്യൂസിക് വിഷ്വൽ ഉള്ള ഒരാളാണ്. മ്യൂസിക് കറക്റ്റ് എവിടെ പ്ലേസ് ചെയ്യണം. അതെ ആ ചിന്തയില്ല, കൃത്യമായി ഒരു ഇന്റർകട്ട് സീൻസ് പോലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്ക് അറിയാം ഇത് എവിടെ ആപ്റ്റ് ആവുന്ന കറക്റ്റ് ജഡ്ജ് ചെയ്തിട്ടാണ് പുള്ളി. ഗുരുവായൂരമ്പല ഇപ്പൊ പടത്തിൽ ഇത് തന്നെയാണ്. ഗുരുവായൂരമ്പലയുടെ ഒരു ഭയങ്കര ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന ഒരു ഏരിയ അതാണ്. ഗംഭീര പ്ലേസിങ് ആ മ്യൂസിക്. കാരണം ഫസ്റ്റ് ഹാഫിലൊക്കെ ചില മ്യൂസിക്കുകളൊക്കെ നമ്മള് അറിയാതെ ചിരിച്ചു. അങ്ങനത്തെ പരിപാടികളുണ്ട്. അതൊരു സിനിമാ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇനി ദീപുവിലേക്ക് വരികയാണ്. കുഞ്ഞിരാമായണം അതും ഈ പറഞ്ഞ പോലെ എന്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറി. കാരണം പ്രീസ്റ്റ് ഒക്കെ എഴുതിയിരിക്കുന്നത് ആ ദീപു ആണ് ഗുരുവായൂരമ്പല പേരല്ലൂർ പ്രീമിയർ ലീഗ്. അതെ. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു നല്ല ക്രൂ നമുക്ക് എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ സിനിമ എന്തായാലും അവിടെയും പ്രശ്നമുണ്ട്. ഇത്ര വലിയ ക്രൂ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുക ആളുകൾ. പക്ഷെ ഈ ക്രൂവില് വർക്ക് ചെയ്തേക്കുന്ന ഒരു 90% ആളുകളുടെയും തുടക്ക സിനിമകളായത്. ഇപ്പൊ ക്യാമറ ടീമാണെങ്കിലും ക്യാമറാമാൻ ഫസ്റ്റ് നീരജ് ആദ്യത്തെ സിനിമയാണ്. ആർട്ട് ഡയറക്ടറിന്റെ തുടക്ക സമയങ്ങളിലുള്ള സിനിമയാണത്. അതുപോലെ സുനിലുണ്ട്. അത് വളരെ എനിക്കൊന്ന് മിക്ക ആളുകളുടെയും എല്ലാവരുടെയും തുടക്ക സിനിമകളാണ്. ഇതിന്റെ പ്രൊഡക്ഷനാണ് വലുത്. അതെ, ഇതിനകത്തൊരു കാര്യം, ആർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റ് ആദ്യം പെരുമ്പാവൂർ ഒരു സ്ഥലത്ത് വലിയ 14-15 ഏക്കർ സ്ഥലത്ത് സെറ്റ് ഇട്ടു. അവിടെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് അത് സെറ്റ് പണി പകുതിയായപ്പോൾ അത് പൊളിച്ച് കളമശ്ശേരിയിലേക്ക്. അപ്പോൾ ഈ സെറ്റ് നമ്മുടെ കലാസംവിധായകൻ അടക്കമുള്ള അവരുടെ ടീം എടുത്ത എഫർട്ട് അത്രത്തോളം. അത് പല ഇന്റർവ്യൂയിലും പല ഈ പ്രൊമോഷൻ വീഡിയോകളിലും ഒക്കെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു വലിയ എഫർട്ടാണ് ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറഞ്ഞ സിനിമ. ഗുരുവായൂരമ്പലം പോലെ തന്നെ നമുക്ക് തോന്നി ഇത് ഗുരുവായൂരമ്പലമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു പോകുന്ന തരത്തിലാണ്. സത്യമാണ്. കാരണം ഇതിനകത്ത് കുറെ പ്രായമുള്ളവരും അമ്മച്ചിമാരും ഒക്കെ വന്നിട്ടുണ്ടല്ലോ ലൊക്കേഷനിൽ. രാവിലെ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് എത്തുന്ന സമയത്ത് കുറെ പേര് ഈ ഭണ്ഡാരത്തി പൈസയ്ക്ക് ഇട്ട് പ്രാർത്ഥിക്കുന്നതാണ്. സിൻസിയർ ആയിട്ട്, സത്യമായിട്ടും ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ വിശ്വസിച്ചു പോകും. ഒറിജിനാലിറ്റിയാണ് സത്യം പറഞ്ഞാൽ. കാരണം ചില ഷോട്ടിൽ എല്ലാവരും കൂടെ ഓഡിയൻസ് എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതായിട്ട് അഭിനയിക്കണം എന്ന് പറയും. അങ്ങോട്ട് അഭിനയിക്കുക, അത് പെർഫോം ചെയ്യാണ് അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കുന്നത്. ചില ആളുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് സിൻസിയർ ആയിട്ട് പ്രാർത്ഥിക്കുക. കാരണം അത് അറിയാതെ ഒരു കണക്ഷൻ. കാരണം അത് ഇതിന്റെ സെറ്റിന്റെ പവറാണ്. ഡിറ്റോ നമ്മൾ വളരെ സിൻസിയർ ആയിട്ട് പ്രാർത്ഥിക്കും. ഒറിജിനൽ ആയിട്ട് പ്രാർത്ഥിക്കുന്ന ഡിറ്റോട്ട്. ഇപ്പോ നായികമാര് 2 പേരുണ്ട്. അനശ്വര നിഖില. അനശ്വര ബേസിലിന്റെ പേരായിട്ടും നിഖില പൃഥ്വിരാജിന്റെ പേരായിട്ടും. എങ്ങനെയായിരുന്നു നിങ്ങളുടെ സെറ്റിലൊക്കെ? ഭയങ്കര നേരത്തെ പറഞ്ഞു ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അനശ്വര നിഖിലായിട്ട് എനിക്ക് തോന്നുന്നു നിഖിലായിട്ട് ഞാൻ അപ്പം ഞങ്ങൾ അങ്ങനെ വലിയ കണക്ഷൻ ഇല്ല. നമുക്കിഷ്ടമാണ് ആൾക്ക്, നമ്മൾ അങ്ങനെ കണക്ട് ആയിട്ട് അറിയില്ല. അത് കഴിഞ്ഞ് പേരലൂരിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്താണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും സംസാരിക്കുന്നത്. അതിനുശേഷമാണ് ഗുരുവായൂരമ്പല നടയിൽ സംഭവിക്കുന്നത്. ഷൂട്ട് ആ സമയപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്.
പിന്നീടാണ് നമ്മൾ വളരെ ക്ലോസ് ആവുന്നത്. എനിക്ക് തോന്നുന്നു ഭയങ്കര അടിപൊളിയാണ് രണ്ടുപേരും. ലീലയാണേലും അനശ്വര ആണേലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ അടുത്ത് അത്രയും ഓക്കെ ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ അവരുടെ അടുത്ത് അവർ ഇങ്ങനെയാണ് മാറി, നമ്മൾ മാറിയെന്നാൽ അവർ നമ്മുടെ തോളേക്ക് കയറും എന്ന് വെച്ചാൽ ഭയങ്കര വൈബാണ്, അടിപൊളി വൈബാണ്. എന്നുവെച്ചാൽ അങ്ങനെ വേണം, ആയാൽ അതാണ് വേണ്ടത്. അല്ലാതെ മസിൽ പിടിച്ച് ജാടായിട്ട് മാറി എന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോ ഈ പറഞ്ഞില്ലേ ചെറിയ പ്രായം മുതലേ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. അതെ, നമ്മള് അറിയുമല്ലോ. ചേച്ചി അറിയാം, ശ്രീരഞ്ജിനി ചേച്ചി, അശ്വതി സഹോദരി അശ്വതി ഞാൻ ചെയ്ത ഒരു ഷോയുടെ പിന്നെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. കുഞ്ഞും ഉണ്ടായിരുന്നു, അമ്മയും കുഞ്ഞിലും അതിൽ മോനും ഉണ്ടായിരുന്നു. അപ്പൊ വളരെ അടുത്തറിയാന്നുള്ള ഒരാളാണ്. അന്ന് മുതൽ നമ്മുടെ മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവലില് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വന്നു. ഇപ്പൊ പൃഥ്വിരാജ് കോമഡി ഉത്സവം, ഇപ്പൊ പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾക്കൊപ്പം അഭിനയിച്ചു. സ്വപ്നമല്ലേ? ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ചു. സത്യമായിട്ട് പറയണം. സാക്ഷാത്കരിച്ചു അല്ലേ? എന്റെ ചോദ്യം കഴിഞ്ഞിട്ടില്ല. സത്യമായിട്ട് പറയണം. അശ്വിന് ജാടയാണോ? എനിക്ക് എന്ത് ജാട? ഒരുപാട് പേര് പറഞ്ഞു അശ്വിന് ജാടയാണെന്ന്. ആര് പറഞ്ഞു? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് ജാടയാണെന്ന്? അതാ ഞാൻ ചോദിച്ചത്, അശ്വിന് ജാടയുണ്ടോ? അശ്വിന് ജാടയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരുപാട് പേര് പറയുന്നുണ്ട് അശ്വിന് ജാടയുണ്ടെന്ന് പറഞ്ഞു. ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, ഭയങ്കര തിരക്കാണ്. ആസിഫ് അലിക്ക് പഠിക്കുകയാണ്. ആസിഫ് അലി എന്നായിട്ട് കമ്പയർ ചെയ്യല്ല മനുഷ്യ. എന്താ ഇത്? ഞാൻ പറഞ്ഞതല്ല, എനിക്കറിയാം അശ്വിനെ. ഞാൻ തന്നെ 100 വട്ടം വിളിച്ചിട്ട് 1 വട്ടം എടുക്കുന്നത്. അല്ല, അത് ഒന്നാമത്തെ കാര്യം. ഫോണിൻ്റെ ഞാൻ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് പറയാൻ കാരണം ഈ എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറ്റി വെച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അത് ഇഷ്ടമല്ലാത്ത ആളൊന്നുമല്ല. ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കീപാഡ് ഫോണാണ്. ഇപ്പോൾ സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയപ്പം അമ്മയുടെ ഫോണിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഫോണിനകത്ത് നമ്മൾ എനിക്കിങ്ങനെ ചേഞ്ച് ആവുന്ന സമയത്ത് എനിക്ക് ഫോൺ നമ്പർ കറക്റ്റ് ആയിരിക്കില്ല. ഞാൻ അങ്ങനെ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ അധികം അങ്ങനെ എടുക്കാത്ത ഒരാളാണ്. ഞാൻ റെയറായിട്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് എനിക്കൊരു കീക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ചോദ്യം കാര്യം സത്യമായിട്ട് എനിക്കില്ല. ഞാൻ എന്തിനു ജാടയില്ല എന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. കാര്യം എന്ന് വെച്ചാൽ ഈ കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമാണ്. കാര്യം ബമ്പർ ചിരിയിലൊക്കെ അശ്വിനും അരുണും ആ കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. കാരണം നിങ്ങളുടെ എല്ലാ സ്കിറ്റുകളും ഞാൻ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് അരുണിനെ എനിക്ക് പേഴ്സണലി അറിയാം. നിങ്ങൾ ഗ്രൂമിങ് സമയത്തും ഒക്കെ നിങ്ങളും ഒക്കെ ഒന്നിച്ച് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. എങ്ങനെയായിരുന്നു ആ ഒരു കോംബോയുടെ തുടക്കം? എന്റെ കുടുംബത്തിന്റെ അടിവേര് പിഴുതോണ്ടായിരുന്നു ആ കോമ്പോയുടെ തുടക്കം. അതെന്തായിരുന്നു അങ്ങനെ? ഞാനും അമ്മയാണല്ലോ സ്കിറ്റ് കളിച്ചത്. അങ്ങനെ നിങ്ങളുടെ ടീം സ്പ്ലിറ്റ് ആയി? സ്പ്ലിറ്റ് എന്ന് വെച്ചാ ഞാൻ ചുമ്മാ പറഞ്ഞാട്ടാ, അത് എടുക്കല്ലേ അങ്ങനെ. ചേച്ചി കേട്ടല്ലോ, ഞാൻ ചോദിച്ചല്ല, അവർ ഇങ്ങോട്ട് പറഞ്ഞതാണ്. ഞാൻ ഇതിന് ഉത്തരവാദി അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ ഒരു സ്കിറ്റിന്റെ റൂട്ടാ പറഞ്ഞത്. എന്ന് വെച്ചാല് അമ്മയും ഞാനുമാണ് തുടക്കം. ഇപ്പോഴും ഈവൻ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ അശ്വിനും അമ്മയും എന്നാണ് പറയുന്നത്, അശ്വിനും അരുണും. എന്നാൽ അത് എനിക്ക് നേരിട്ട് അറിയാം. കഴിഞ്ഞ ഞങ്ങളുടെ ഒരു ഇവന്റിന് വന്നപ്പോ അശ്വിനെ കുറിച്ചല്ല ചോദിച്ചത്, ഞാനും കണ്ടതാണ്. ഉറപ്പായിട്ടും ഞാനും അരുണേട്ടനും സെക്കൻഡറി ആണ്. ഫസ്റ്റ് ഉറപ്പായിട്ടും ഞാനും അമ്മയും തന്നെയാണ്. അപ്പൊ അരുണേട്ടനായിട്ട് ഞാൻ തോന്നുന്നു എനിക്ക് ഞങ്ങൾ മുമ്പ് പല സ്റ്റേജുകൾ ഒരുമിച്ച് കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും സംസാരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ബമ്പർച്ചിരി വെച്ചിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് അരുണേട്ടന്റെ ഏതൊരു ഫ്രണ്ടാണ് ഇതുപോലെ ദുബായിലെ കണ്ട ബാത്റൂമിൽ കണ്ട കുടുങ്ങുക മറ്റേ ചെയ്തിട്ടുണ്ട് എയർപോർട്ടിൽ. അപ്പൊ അതിനെ കണക്ട് ചെയ്താണ് നമ്മൾ സ്കിറ്റ് ഉണ്ടാക്കിയത്. അതെന്തായാലും ഗംഭീര സ്കിറ്റ്. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്തു പലതും ഉണ്ടാക്കാൻ. കാരണം ഞങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരുപോലെയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ എന്താ ആഗ്രഹിക്കുന്നത് അത് തന്നെ വരാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വർക്കായത്. അത് അറ്റ് എ ടൈം ആ സമയത്ത് തന്നെയാണ് അമ്മയുടെ കൂടെയുള്ള സ്കിറ്റുകൾ നന്നാവാറുണ്ട്. അത് വേറൊരു മൈൻഡ് സെറ്റാണ്. ഇനി അശ്വിൻ എന്ന സിനിമാ താരത്തോടാണ് അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ താരത്തോടാണ് ഞാൻ ഈ നിമിഷം വരെ സംസാരിച്ചത്. ഇനി അശ്വിൻ എന്ന ഒരു തനി കോഴിക്കോട്ടുകാരനിലൂടെ ഞാൻ ഇത്രയും നേരം മാറിയിട്ടില്ല, സിനിമ നടനായിട്ടില്ല. ഞാൻ ഒരു സിനിമാ നടനോ അങ്ങനെ ഒന്നും. ഞാൻ ഇപ്പോഴും ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇവരുടെ കൂടെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഓരോന്നും പഠിക്കുന്നത്. ഇനി ഇപ്പം അടുത്ത സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആവും. എനിക്കറിയാം. ഞാൻ അതാണ് സത്യം പറഞ്ഞാൽ ബേസിലേനായിട്ട് അടുത്ത് നിൽക്കുമ്പോഴും ഇവ രാജേട്ടൻ്റെ അടുത്താണെങ്കിൽ ഇപ്പം ഇവൻ സിജു സാഫ് ഒന്നായി. സിജുവിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ഞാൻ സിജുവിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫേഴ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിജുവിനെ, രോമാഞ്ചൊക്കെ കണ്ട്. അപ്പം ഞാൻ സിജുവിനോടാണെങ്കിലും സാഫിനോടൊക്കെ ഇവരുടെ അടുത്ത് നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്. നമ്മളത് അടുത്തതിലോട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ തുടക്ക കാലങ്ങളിൽ ഇപ്പോൾ അജു ചേട്ടനൊക്കെ ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം. അജു വർഗീസ് തുടക്ക സമയങ്ങളിൽ വന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പുള്ളി നിൽക്കുമോ എന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല മലർവാടിയൊക്കെ വന്ന സമയത്ത്. പക്ഷെ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പുള്ളിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പുള്ളി മാറി. എന്ന് വെച്ചാൽ നിന്ന് പഠിച്ചതാ. നിന്ന് പഠിച്ചത് മാത്രമല്ല, പുള്ളി സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് അതിന്റെ ക്വാളിറ്റി നോക്കി കൃത്യമായിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് പുള്ളി പുറത്തു നിന്ന് പഠിച്ചു വന്ന ഒരാളല്ല.
ഇതിൽ നിന്നും പഠിച്ചതാണ്, സിനിമയിൽ സിനിമയിൽ നിന്ന് നിന്നും പഠിച്ച പഠിച്ച ഒരാളാണ്. അത് ഞാൻ സത്യം പറഞ്ഞ ഫോക്കസ് ചെയ്യുന്ന റൂട്ട് അതാ. മുന്നോട്ട് പോകും തോറും ഇതാവുക. പിന്നെ ഒന്നാമത്തെ കാര്യം സ്ക്രിപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സ്വന്തമായി സ്ക്രിപ്റ്റ് ചെയ്ത് അതിനകത്ത് ഫൈനൽ ചെയ്ത് ഒരു അടിപൊളി സാധനം ചെയ്യണമെന്ന് വരും. അത് അധികം താമസിയാതെ തന്നെ അത് സംഭവിക്കുമെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാമത്. അത് നന്നായിട്ട് അറിയാം. അത് നടക്കും അശ്വിനെ, ഉറപ്പായിട്ട് നടക്കും, ഒരു സംശയം വേണ്ട. കാരണം അധികം ദൂരമില്ല, തൊട്ടടുത്ത് തന്നെ സംഭവിക്കും. കോഴിക്കോട്ടുകാരനാണ്. അതെ, ചെറുപ്പത്തിൽ തന്നെ മനസ്സിൽ സിനിമ എന്ന സ്വപ്നം ഉണ്ടായിരുന്നു, അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതെല്ലാം പലപ്പോഴായിട്ട് ശ്രീരഞ്ജിനി ചേച്ചി, അശ്വതി, അശ്വിൻ നിങ്ങളോടെല്ലാം സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ചില അറിവുകളാണ്. മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. തെളിയിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതൊക്കെ നമ്മുടെ വഴികളാണ്. ഞാൻ ഈവൻ ബമ്പർച്ചിരി പോലും ഞാൻ ശ്രുതി മാഡത്തിനോട് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, മാഡം ഇതുപോലും ഇതെന്റെ വഴിയാണ്, സിനിമയിലേക്കുള്ള വഴികളെ. അങ്ങനെയായിരുന്നു ഞാൻ നമ്മുടെ കോമഡി ഉത്സവം, ശിവചേട്ടനാണ് എൻ്റെ ഗ്രൂമറായിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് പോലും അവിടെ സത്യം പറഞ്ഞാൽ അത് എന്റെ പ്ലാറ്റ്ഫോം അല്ലായിരുന്നു. നമ്മളെപ്പോഴും പറയുമായിരുന്നു ഒരു വഴി വെട്ടിയിട്ട് തരാം, രക്ഷപ്പെടണം എന്നുള്ളത് മാത്രമേ. ഒരിക്കലും അവിടെ എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ അത് എന്റെ പ്ലാറ്റ്ഫോം അല്ല. കോമഡി ഉത്സവം എന്ന് പറഞ്ഞാൽ അതൊരു ടാലന്റ് ആണ്. കോമൺ എന്നല്ല എന്ന് വെച്ചാൽ എന്താ പറയുക, അതിന് അത് വേറൊരു പരിപാടി, അഡീഷണൽ പരിപാടിയാണ്. നാടകവും ചെയ്തിട്ടുള്ള ആളാണ്. സത്യം പറഞ്ഞാൽ സ്കൂളുകളിൽ ഞാൻ പോകുന്നത് തന്നെ ഇറങ്ങി എനിക്ക് നാടകം കളിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 5ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യത്തെ നാടകം, മുഴുനീള നാടകം കളിക്കുന്നത്, വെള്ളരിക്കപ്പെട്ട മഹാരാജാവ്. അതിനകത്തൊരു കൊശവന്റെ ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്തത്. ഒരു രാജാവിൻ്റെ നാടകമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ ഞാൻ പോകുന്നത് തന്നെ നാടകം കളിക്കാൻ വേണ്ടി, യൂത്ത് ഫെസ്റ്റിവൽ വരാൻ വേണ്ടിയാണ്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് നാടകങ്ങൾ എഴുതി ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് വലിയ സ്ട്രോങ് അല്ലായിരുന്നു നമ്മുടെ സ്കൂളുകൾ. അപ്പോൾ കലോത്സവങ്ങളൊക്കെ ശരിക്കും കോമ്പറ്റീഷനായി. ഭയങ്കര പൈസ കൊടുത്ത് നാടകങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ പുറത്ത് നാളെ വിളിക്കുമ്പോൾ ഞാൻ പഠിച്ച സ്കൂളുകളിൽ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ എഴുതാൻ തുടങ്ങി, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. അമ്മയുടെ ഓട്ടോയുണ്ട്, അമ്മയുടെ ഓട്ടോയുടെ പൊക്കത്ത് സെറ്റൊക്കെ സെറ്റ് ചെയ്ത് നാടകത്തിന് കലോത്സവത്തിന് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ നാടകങ്ങൾ ആ സമയം തൊട്ടേ ഭയങ്കര സ്ട്രോങ് ആണ്. സ്ട്രീറ്റ് പ്ലേ, തെരുവ് നാടകങ്ങൾ കളിക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് നാടക പരിപാടികൾ. അപ്പൊ നാടകത്തിൽ നിന്നാണ് ഈ അഭിനയമോഹം മനസ്സിൽ കയറുകയും സിനിമയിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹം. അതിന് ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. അതെ, നിങ്ങള് കുടുംബത്തോടെ എനിക്ക് തോന്നുന്നു അച്ഛൻ മാത്രമാണ് ഈ അഭിനയ രംഗത്തേക്ക്. അഭിനയത്തിൽ എന്നുള്ള അച്ഛൻ കലാപരമായി ഭയങ്കര സ്ട്രോങ്. അച്ഛൻ ഭയങ്കരമായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളാണ്, ഭീകരമായിട്ട് വരയ്ക്കും. അപ്പോൾ എന്തായാലും ശ്രീരഞ്ജിനി ചേച്ചി എനിക്ക് വളരെ പേഴ്സണൽ അറിയാം, അശ്വതിയെ എനിക്ക് വളരെ അടുത്തറിയാം, അശ്വിനെ എനിക്ക് വളരെ അടുത്തറിയാം. അപ്പം നിങ്ങളുടെ ഒരു യാത്ര, ഒരു കലാകുടുംബം, അതില് ശ്രീരഞ്ജിനി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു, ബസ് ഓടിക്കുക. അപ്പോൾ ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറുടെ മകൻ അശ്വിന് എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അമ്മ ഓടിക്കുന്ന ബസ് വരുന്നത് കാത്ത് കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാഞ്ഞിരപ്പറമ്പ് LP സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂള് ഗ്രൗണ്ട് നേരെ താഴെ റോഡ്, 3:30 അമ്മയുടെ ബസ് പോകും, അമ്മ ഓടിക്കുന്ന ബസ് പോകും. അപ്പോൾ ആ സമയം ഇന്റർവെൽ സമയമാണ്, 4 മണിക്ക് സ്കൂൾ വിടും, 3:30 to 4 മണി ഫ്രീ ടൈമാണ്. ഞാൻ പിള്ളേരെയൊക്കെ കൂട്ടി ഇവിടെ മുകളിൽ ഇങ്ങനെ വന്നിരിക്കും. അമ്മ ബസ്സായിട്ട് പോകുമ്പോൾ വൻ ആഘോഷം. അപ്പൊ അത് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നു. എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും പ്രായമായില്ല, ഇത്രയായിട്ട് അമ്മ ഇങ്ങനെ ഓട്ടോ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നണല്ലേ? അങ്ങനെയൊക്കെ ഞാൻ മുമ്പും മറുപടി പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അഭിമാനമാണ്, അമ്മ ഇപ്പോഴും ഓടിക്കാറുണ്ട്. എന്നുവെച്ചാൽ അമ്മയുടെ അടുത്ത് വേണ്ടമ്മ ഓടിക്കേണ്ട, ഇപ്പം ഇപ്പോൾ ഓടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇപ്പം നിലവിൽ, ലൈഫ് ഓക്കെ ആയിട്ടാണ് പോണത്. പക്ഷേ എങ്കിൽ പോലും അമ്മ ഓടിക്കും. അമ്മ ചെറുത് മുതലേ അമ്മ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല, അമ്മ ഇഷ്ടപ്പെട്ടത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഇൻട്രസ്റ്റഡ് ആണ്, അമ്മ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ്. ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഉറപ്പായിട്ടും അമ്മ ഇപ്പൊ 2-3 സിനിമയൊക്കെ ചെയ്ത് റിലീസിന് വേണ്ടി വെയിറ്റിംഗ്. ചേച്ചിയും അശ്വിനുമായിട്ട് ഒന്നിച്ച് അഭിനയിച്ചോ? ഇല്ലില്ല, അത് അവിടെ നിർത്തി, ബമ്പർശ്ശേരിയിൽ നിർത്തി. അപ്പൊ എന്തായാലും വീടെന്നൊരു സ്വപ്നം അതിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏട്ടനാണ് അത് മുൻകൈ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പണി ഓൾമോസ്റ്റ് കഴിയാറായി. ഇപ്പൊ ഇയർ ലാസ്റ്റ് ആകുമ്പോഴേക്കും എന്താ ഹൗസ് വാമിംഗ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഞാൻ വിളിക്കാം. ഉറപ്പായിട്ടും ഞങ്ങൾ വരും, ഉറപ്പായിട്ടും വരും. അപ്പൊ അതുപോലെ തന്നെ സിനിമ എന്ന സ്വപ്നം സ്വന്തമായി എഴുതി, അല്ലെങ്കിൽ ആ സിനിമ സംഭവിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അതിന്റെ പണിപ്പുരയിലാണ്. എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട് എന്തോ ആണ് ഇവിടെ എത്തിയതെന്നൊരു ചെറിയൊരു തോന്നൽ എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. എന്തായാലും അത് നടക്കട്ടെ. അശ്വിന്റെ ആഗ്രഹങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അശ്വിന്റെ ഉയർച്ച ചെറിയ പ്രായം മുതൽ ഈ സമയം വരെ നേരിട്ട് അല്ല, അത് എനിക്ക് പേഴ്സണലി ഞാനതാ പറയുന്നത്. കാരണം നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് പലരെയും നമ്മൾ കണ്ടുമുട്ടും, പല ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. കാരണം ഈ ഒന്നാമത്തെ കാര്യം, ഈ കല എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ, ഈ ഒരു മേഖലയിൽ
ഒരുപാട് എന്താ പറയാ പിന്നാമ്പുറ പണികൾ അല്ലെങ്കിൽ പിന്നാമ്പുറ കളികൾ ഒരുപാട് നടക്കുന്ന ഒരു ഏരിയ ആണ് ആണ്. ഒരാള് ഭയങ്കരമായിട്ട് സക്സസ് ആവുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. മീൻസ് എനിക്കറിയില്ല എങ്ങനെയാണ് എന്താണെന്നുള്ള അതിന്റെ ഡീറ്റെയിൽ പരിപാടികളൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് പോലും അങ്ങനെയാണ്. കാരണം ഞാൻ ഒരുപാട് കലാജീവിതത്തിനിടയ്ക്ക് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എനിക്ക് എസ്പെഷ്യലി എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു ഫേസാണ് ശിവചേട്ടൻ്റെ. കാരണം മുന്നോട്ട് എപ്പോഴാണെങ്കിലും അതിപ്പോൾ ഇവിടെ ദുബായിൽ വന്ന കുറേ ഗ്യാപ്പിന് ശേഷമാണ് ദുബായിൽ വന്നിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോഴും ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കണക്ഷൻ ഇപ്പോഴും ഭയങ്കര ഓക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത് അന്ന് നമുക്ക് തന്നൊരു സപ്പോർട്ട് ഉണ്ട്. അതാണ് സത്യം പറഞ്ഞ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം, വളർന്നു വരുന്ന ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പവറാണ്. ഞാൻ എപ്പോഴും എന്റെ സുഹൃത്തുക്കളെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ പരിചയക്കാരെ കുറിച്ച് ഞാൻ അഭിമാനത്തോടെ പല സ്ഥലത്തും പറയുന്ന ഒരാളാണ്. അതാണ് നമ്മളിപ്പോ ഇന്റർവ്യൂവിൽ പറഞ്ഞു തന്നെ അഖിലിനെ കുറിച്ച്. അഖില് നാട്ടുകാരനാണ്, തിരുവനന്തപുരത്തെ മിമിക്രി സമിതികളിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അഖിലിനെ പോലുള്ള ഒരാൾ സിനിമയിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നു, അത് സക്സസിലേക്ക് പോകുന്നു, അതൊക്കെ നമുക്ക് വളരെ അഭിമാനമുള്ള കാര്യമാണ്. പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങളിൽ ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന സമയത്ത് അശ്വിനെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു, അഖിലിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. അപ്പോൾ ഇതൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഒരു മിമിക്രി കലാകാരൻ, ഒരു ഹാസ്യതാരം, മിമിക്രി കലാകാരൻ എന്ന് പറയുന്ന ഒരു ഹാസ്യതാരം എന്നുള്ള നിലയ്ക്ക് പല സക്സസുകളിലും എത്താൻ പറ്റി. ഇപ്പോ ദുൽഖർ സൽമാൻ അടക്കമുള്ള ആളുകളോട് ഇന്ററാക്ട് ചെയ്ത്, ഒരു സിനിമ പ്രൊമോഷൻ ആണെങ്കിൽ കൂടിയും ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ. അല്ല എന്നുവെച്ചാൽ മിമിക്രി വേദികളെ അല്ലെങ്കിൽ ഇത്തരം ചിരിവേദികളെ ഞാൻ റെസ്പെക്റ്റോടു കൂടി കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് നാടകങ്ങൾ കളിച്ചും അല്ലെങ്കിൽ ഒരുപാട് സിനിമ ഓഡിഷൻസിന് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. നിരവധി, കാരണം ഈ സക്കറിയ, നമ്മുടെ സുഡാനി ഫ്രം നൈജീരിയയുടെ ഡയറക്ടറായിട്ടുള്ള സക്കറിയൊക്കെ ആയിട്ടൊക്കെ ഞാൻ നല്ലൊരു ആത്മബന്ധം വന്നത് ഇതുപോലെ ഒരു ഓഡിഷൻ വഴിയാണ്. അതിൻ്റെ ബാക്കിൽ ഭീകരമായ ബാക്ക് സ്റ്റോറി ഉണ്ട്. പുള്ളിയുടെ കൂടെ സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചു. ഞാനും ലീഡ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് ഒന്നിച്ച് ലീഡ് ചെയ്ത് വരുന്ന കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ ജൂണിലൊക്കെ ആകുമ്പോൾ റിലീസാണ്. അപ്പം അതിലേക്കൊക്കെ നമ്മൾ എത്തിയതും അല്ലെങ്കിൽ വന്ന് നിന്നതും എല്ലാം ഈ ഓഡിഷൻ്റെ ഭീകരമായ പോക്ക്. കാരണം 90% ഓഡിഷനും ഫേക്കാണ്, 10% ഓഡിഷൻ ഒറിജിനലുള്ളൂ. അത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഓട്ടം ഉണ്ടായി, അതിനിടയ്ക്ക് നാടകങ്ങളുണ്ടായി. ഇതൊന്നും ആയിരുന്നില്ല സിനിമ എന്ന് പറയുന്ന എൻ്റെ സ്വപ്നത്തിലേക്ക് എത്താനുള്ള അവസാന വഴി. പറഞ്ഞ പോലെ മിമിക്രി വേദിയും ഈ ചിരിവേദികളും തന്നെയായിരുന്നു. അതാണ് റെസ്പെക്ട്, ഞാൻ അതിനോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞു മമ്മൂക്കയോടൊപ്പം അല്ലെങ്കിൽ മമ്മൂക്കയെ കാണണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കണം, സ്ക്രീൻ ഷെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. മമ്മൂക്കയെ പോലുള്ള ഒരു താരം ഇത്തരം ടെലിവിഷൻ പരിപാടികൾ കൃത്യമായി വാച്ച് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ചെയ്ത ഒരു പരിപാടിയിലാണ് തങ്കച്ചനെ പോലുള്ള ഒരു താരത്തെ അദ്ദേഹം കണ്ടെത്തുകയും പിന്നീട് തങ്കച്ചനെ അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ ഉൾപ്പെടുത്തുകയും, തങ്കച്ചൻ എന്ന് പറഞ്ഞ ഒരു താരത്തിനെ മമ്മൂക്ക കണ്ടെത്തിയത് ഇതുപോലൊരു ടെലിവിഷൻ പരിപാടിയിൽ നിന്നായിരുന്നു. അപ്പോൾ അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മമ്മൂക്കയുടെ ഒരു സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ അശ്വിൻ്റെ സിനിമ, അല്ലെങ്കിൽ അശ്വിൻ തിരക്കഥ എഴുതുന്ന ഒരു സിനിമ മമ്മൂട്ടി കമ്പനി പോലുള്ളൊരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഉറപ്പായിട്ടും അതിലേക്കൊക്കെ എത്താൻ അധിക ദൂരമില്ല എന്നുള്ളതാണ്. ഒരുപാട് ശ്രമിക്കണം, നമ്മൾ പരമാവധി ശ്രമിച്ചാൽ നടക്കുന്നു. ഞാനിപ്പോ ഈവൻ ഈ DQന്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ പോലും എന്റെ മനസ്സിലൊരു സാധനം കിടപ്പുണ്ടേ, എങ്ങനെയും അത് മമ്മൂക്കയുടെ കയ്യിലോട്ട് എന്തായാലും ഉറപ്പായിട്ടും ഒരു പ്രസൻസ് ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു, കാരണം ഞാൻ കേട്ടിട്ടുണ്ട് മമ്മൂക്ക പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴല്ലേ പിന്നീട് അത് മനസ്സിൽ വെക്കുന്ന ഒരാളാണ്. ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മുടെ ആഗ്രഹമാണല്ലോ, സ്വപ്നമാണ്. പിഷാരടി അടക്കമുള്ള ആളുകളോട് നമ്മുടെ ടെലിവിഷനിൽ വരുന്ന മിമിക്രി താരങ്ങളെ കുറിച്ചൊക്കെ മമ്മൂക്ക തിരക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അദ്ദേഹം അത് കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ഗുരുവായൂരമ്പല നടയിലെ വിശേഷങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന്, മൈക്കിന്റെ ഈ ഫ്ലോറിൽ വന്നതിന്, മൈക്ക് മീഡിയയുടെ ഒരു ഭാഗമായതിന്, മൈക്ക് മീഡിയയുടെ തന്നെ ഒരു ഭാഗം തന്നെയാണ് അശ്വിൻ. ഇതിന്റെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളിലും അശ്വിൻ വളരെ സജീവമായി ഞങ്ങളോടൊപ്പം ഉള്ള ആളാണ്. ഞങ്ങളോടൊപ്പം വീണ്ടും തുടർന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ഒരാൾ കൂടിയാണ്. ആ വിവരം കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. മൈക്കിന്റെ ഭാഗമാകുന്നു അശ്വിൻ. ഒരുപാട് സന്തോഷം. ഇനി സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ എനിക്ക് ഇതുപോലെ ഒരു ഇന്റർവ്യൂ തരണം. അതാലോചിക്കാം.